Hello friends, Technique in Malayalam channel like വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ അൺബോക്സിംഗ് ചെയ്യാൻ പോകുന്നത് പോക്കോന്റെ ഏറ്റവും പുതിയ സ്മാർട്ട് ഫോൺ ആയ Poco M2 Pro ആണ്. അപ്പോൾ Poco M2 Pro ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഈ വീഡിയോ ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് ഇതിന്റെ പ്രൈസ് ആക്ച്വലി അറിയില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ പ്രൈസിന്റെ കാര്യം പറയുന്നില്ല. പക്ഷേ നമ്മൾ കമന്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യാം പ്രൈസ് അനൗൺസ് ചെയ്യുമ്പോൾ. ഇതിൽ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നത് ഒരു 15,000 താഴെ ആയിരിക്കും എന്ന് മാത്രമേ ഉള്ളൂ. ബാക്കി ഡീറ്റെയിൽ പ്രൈസിങ് നമുക്കറിയില്ല. പ്രോബ്ലി ഒരു 13-14,000 ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. ഇതിൽ വരുന്നത് 6.7 inches ഫുൾ HD റെസൊല്യൂഷൻ ഡിസ്പ്ലേ ആണ്. ക്വാൾകോമിൻ്റെ സ്നാപ്ഡ്രാഗൺ 720G ഒക്ടാകോ പ്രോസസ്സറാണ്. 48 മെഗാപിക്സൽ പ്രൈമറി ക്യാമറയും 5020 mAh കപ്പാസിറ്റി ബാറ്ററിയും 33 വാട്ട് ഫാസ്റ്റ് ചാർജിങ്. അപ്പോൾ അതൊരു ഇമ്പോർട്ടൻ്റ് ആസ്പെക്റ്റ് ആണ്. 33 വാട്ട് ഫാസ്റ്റ് ചാർജിങ് ഇൻക്ലൂഡഡ് ആണ്. നമ്മൾ റെഡ്മി നോട്ട് 9 പ്രോ മാക്സിൽ കണ്ട 33 വാട്ട് ഫാസ്റ്റ് ചാർജിങ് ആണ് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ സോഫ്റ്റ്വെയർ ആൻഡ്രോയിഡ് 10 ആണ്. ക്യാമറേൻ്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ക്വാഡ് ക്യാമറ സെറ്റപ്പാണ് വരുന്നത്. പിന്നെ ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആയ കാര്യം എന്ന് പറയുന്നത് Gorilla Glass 5 സപ്പോർട്ട് ഉണ്ട്, നാവിക് സപ്പോർട്ട് ഉണ്ട്, ഇന്ത്യസ് ഓൺ സാറ്റലൈറ്റ് സിസ്റ്റത്തിന് സപ്പോർട്ട് ഉണ്ട്. പിന്നെ വരുന്നത് UFS 2.1 സ്റ്റോറേജ് അപ് ടു 6 GB റാമും 128 GB ഇൻറ്റേർണൽ സ്റ്റോറേജും ഡെഡിക്കേറ്റഡ് SD കാർഡ് സ്ലോട്ടും ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ ഇതാണ് പോക്കോ M2 പ്രോൻ്റെ ഒരു ബ്രീഫ് സമ്മറി. അപ്പോൾ നമുക്ക് അൺബോക്സിങ്ങിലേക്ക് കിടക്കാം. അൺബോക്സ് ചെയ്തിട്ട് നമ്മൾ ക്യാമറ സാമ്പിൾസ് കാണിക്കാം, ഒരു ബ്രീഫ് ഓവർവ്യൂ കൂടെ നമ്മൾ ഈ ഫോണിനെ കുറിച്ച് പറയുന്നതാണ്. അപ്പോൾ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ് വിത്ത് അൺബോക്സിങ്. അപ്പോൾ നമുക്ക് അൺബോക്സിങ് തുടങ്ങാം. അപ്പോൾ ഇതാണ് ബോക്സ് പാക്കേജ്. നേരത്തെ കാണിച്ച പോലെ പോക്കോ M2 Pro മെയ്ഡ് ഇൻ ഇന്ത്യ ഡിവൈസ് ആണ്. അപ്പോൾ ബാക്കിൽ സ്പെസിഫിക്കേഷൻസ് എല്ലാം തന്നെ എഴുതിയിട്ട് 720G 33 വാട്ട് ഫാസ്റ്റ് ചാർജർ, Gorilla Glass 5 നാവിക് സപ്പോർട്ട്, പിന്നെ 48 മെഗാപിക്സൽ ക്വാഡ് ക്യാമറ, UFS 2.1 സ്റ്റോറേജ് സപ്പോർട്ട്, സ്പ്ലാഷ് പ്രൂഫ് നാനോ കോട്ടിംഗ് കൂടെ ഇൻക്ലൂഡഡ് ആണ്. LPDDR4X റാം, ഔട്ട് ഓഫ് ദ ബ്ലൂ വേരിയൻ്റ് ആണ്. അതാണ് നമ്മളെ കളർ, ഔട്ട് ഓഫ് ദ ബ്ലൂ. പിന്നെ ഒരു വേരിയൻ്റ് എന്ന് പറഞ്ഞാൽ ഗ്രീൻ ആൻഡ് ഗ്രീനർ, 2 ഷെയ്ഡ്സ് ഓഫ് ബ്ലാക്ക്, ഇങ്ങനെ 3 കളേഴ്സാണ് അവൈലബിൾ ആവുന്നത്. അപ്പോൾ 6 GB റാം 64 GB ഓഫ് ഇൻറ്റേർണൽ സ്റ്റോറേജ് ആണ് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ബോക്സ് തുറന്നിട്ട് നമുക്ക് ഫോൺ നോക്കാം. ബോക്സ് തുറക്കുമ്പോൾ തന്നെ ആദ്യം നമുക്ക് കാണുന്ന ഒരു ചെറിയ ബോക്സാണ്. ഇതിനകത്ത് വരുന്നത് ഒരു സിം ഇജക്റ്റ് പിന്നെ കാണാം, പിന്നെ ഒരു കേസ് കാണാം. സ്റ്റാൻഡേർഡ് TPU കേസാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. നമുക്ക് കാണാം സ്റ്റാൻഡേർഡ് TPU കേസാണ് വരുന്നത്. ഇനി നമുക്ക് ഇതിനകത്ത് ഒരു മാനുവൽ കാണാം, യൂസർ ഗൈഡ്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് സാർ വാല്യൂ നോക്കാം. പലരും സാർ വാല്യൂ ചോദിക്കാറുണ്ട്. അപ്പോൾ ഇതാണ് സാർ വാല്യൂ. ഹെഡ്സ് ആർ 0.914, ബോഡീസ് ആർ 0.669, പിന്നെ ട്രിപ്പിൾ സ്ലോട്ടാണ്, അതായത് ഡെഡിക്കേറ്റഡ് SD കാർഡ് സ്ലോട്ട് അവൈലബിൾ ആണ്. അതൊരു ഇമ്പോർട്ടൻറ്റ് ആസ്പെക്റ്റ് ആണ്. അപ്പോൾ ഇത്രയാണ് ഇതിനകത്ത് വരുന്നത്. ഇനി നമുക്ക് ബാക്കി എന്തൊക്കെ ഉണ്ട് നോക്കാം. പിന്നെ വരുന്നത് ഡിവൈസാണ്. അപ്പോൾ ഡിവൈസ് നമുക്ക് തൽക്കാലം ഇവിടെ നിന്ന് വെക്കാം. ഇതിൽ ബാക്കി എന്തൊക്കെ ഉണ്ട് നോക്കിയിട്ട് നമുക്ക് ഡിവൈസിലേക്ക് വരാം. ഒരു USB Type-C കേബിളാണ് ഇതിന് നമ്മൾ ആക്ച്വലി റെഡ്മി നോട്ട് 9 പ്രോ മാക്സിൽ കണ്ട അതേ കേബിൾ തന്നെയാണ് ഇത്, USB Type-C കേബിൾ. ഇനി നമുക്ക് വരുന്നത് ഒരു അഡാപ്റ്ററാണ്. അപ്പോൾ അഡാപ്റ്ററും കൂടെ പുറത്തേക്ക് ഒന്ന് എടുക്കാം. അപ്പോൾ ഇത് സെയിം അഡാപ്റ്റർ തന്നെയാണ്. 11 വോൾട്ട് 3 ആംപിയർ, അതായത് 33 വാട്ട് മാക്സിമം സപ്പോർട്ട് വരുന്ന അഡാപ്റ്റർ തന്നെയാണ്. അപ്പോൾ വീണ്ടും ഇതിനകത്ത് 18 വാട്ട് ചാർജിങ്ങും സപ്പോർട്ടഡ് ആണ്. അപ്പോൾ ഇത്രയാണ് ബോക്സിൽ വരുന്നത്. ഇനി നമുക്ക് ഡിവൈസ് ഒന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഫോൺ ബൂട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇതിനകത്ത് വരുന്നത് 6.7 inches ഫുൾ HD പ്ലസ് റെസൊല്യൂഷൻ ഡിസ്പ്ലേ. പിന്നെ ഇതിനകത്ത് വരുന്നത് നമുക്ക് സോഫ്റ്റ്വെയർ കാണാം. ഇതിനകത്ത് ആപ്പ് ഡ്രോവർ ഉണ്ട്. ഇത് MIUI ആണെങ്കിലും MIUI ഫോർ പോക്കോ ആണ്. ആപ്പ് ഡ്രോവർ ഇൻക്ലൂഡഡ് ആണ്. പിന്നെ നോട്ടിഫിക്കേഷൻ സെൻറ്റർ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം സെയിം UI ഒക്കെ തന്നെയാണ് വരുന്നത്. വലിയ വ്യത്യാസമൊന്നുമില്ല. നമ്മൾ സെറ്റിംഗ്സ് പാനലിൽ പോകാം. നമ്മൾ ആക്ച്വലി ഡാർക്ക് തീം സെറ്റ് ചെയ്തതാണ്. ബൈ ഡിഫോൾട്ട് നോർമൽ മോഡാണ് വരുന്നത്. ഡാർക്ക് മോഡിലേക്ക് നമുക്ക് വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാവുന്നതാണ്. പിന്നെ MIUIയിൽ വരുന്ന എല്ലാ ഫീച്ചേഴ്സും തന്നെ ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. കാര്യമായി ചേഞ്ച് ഒന്നുമില്ല. അഡീഷണൽ സെറ്റിങ്സ് പോയി കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ഫീച്ചേഴ്സും കാണാം. പിന്നെ ക്വിക്ക് റിപ്ലൈസ്, സ്പെഷ്യൽ ഫീച്ചേഴ്സ്, അങ്ങനത്തെ എല്ലാ ഫീച്ചേഴ്സും തന്നെ ഇതിനകത്തും ഇൻക്ലൂഡഡ് ആണ്. വലിയ ചേഞ്ച് ഒന്നും നമുക്ക് കാണുന്നില്ല. ഡ്യുവൽ ആപ്സ് ഉണ്ട്, ആപ്പ് ലോക്ക് ഉണ്ട്, പിന്നെ ഫിംഗർ പ്രിൻറ്റ് സ്കാനറാണ് ഈ സൈഡിലാണ് വരുന്നത്. അപ്പോൾ കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ സാധാരണ ഒരു ഷവമി സ്മാർട്ട് ഫോണിൽ കാണുന്ന എല്ലാം തന്നെ ഇതിനകത്തും ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ അതാണ് സോഫ്റ്റ്വെയറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ. ഇനി നമുക്ക് ഡിസൈനും നോക്കാം. അപ്പോൾ ഇതിനകത്ത് വരുന്നത് ഞാൻ പറഞ്ഞു നേരത്തെ പറഞ്ഞ പഞ്ച് ഹോൾ ക്യാമറയാണ്. ഒരു 16 മെഗാപിക്സൽ ക്യാമറയാണ്. പിന്നെ സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിൻറ്റ് സ്കാനറാണ്. വോളിയം കീസ് കാണാം. പിന്നെ നമുക്ക് ബാക്ക് പാനലിൽ കാണുന്നത് ഒരു പാറ്റേൺ ആണ്. ആക്ച്വലി ഡുവൽ ലെയർ ആണ്. മുകളിലത്തെ ലെയർ കുറച്ചും കൂടി ലൈറ്റായിട്ടും താഴത്തെ ലെയറിൽ ഒരു പാറ്റേൺ കാണാം. ഞാൻ കുറച്ചും കൂടെ ക്ലോസറിൽ വരാം.
ഇപ്പോൾ നിങ്ങൾക്ക് കണ്ടില്ലേ ഒരു പാറ്റേൺ കാണാൻ സാധിക്കുന്നില്ലേ, അതാണ് ബാക്ക് പാനൽ പാറ്റേൺ. പോക്കോൻ്റെ ബ്രാൻഡിങ്ങും കാണാം. ഒരു ക്വാഡ് ക്യാമറ സെറ്റപ്പാണ്. ഇവിടെ നമുക്ക് 48 മെഗാ പിക്സൽ ക്യാമറ, ക്വാഡ് ക്യാമറ, പ്രൈമറി ക്യാമറ 48, 8 മെഗാ പിക്സൽ അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറ, 5 മെഗാ പിക്സൽ മാക്രോ സെൻസറും ഒരു 2 മെഗാ പിക്സൽ ഡെപ്ത് സെൻസറാണ് വരുന്നത്. പിന്നെ താഴത്തെ പാനലിൽ USB Type-C പോർട്ട്, 3.5mm ഓഡിയോ ജാക്കും, സ്പീക്കർ യൂണിറ്റുമാണ് വരുന്നത്. ലെഫ്റ്റ് സൈഡിലാണ് ഈ സിം ട്രേന്, ഡെഡിക്കേറ്റഡ് SD കാർഡ് സ്ലോട്ട് ഉണ്ട്. ടോപ്പ് പാനലിൽ IR ബ്ലാസ്റ്ററും അഡീഷണൽ മൈക്രോഫോൺസുമാണ് വരുന്നത്. അപ്പോൾ ഇതാണ് ഡിസൈൻ ആസ്പെക്ട്. ഇനി നമുക്ക് ക്യാമറയിലോട്ടൊന്ന് പോവാം. അപ്പോൾ ക്യാമറയിൽ വരുന്ന ക്യാമറ UI നമുക്ക് കാണുമ്പോൾ ഓൾമോസ്റ്റ് എല്ലാ ഫീച്ചേഴ്സും തന്നെ കാണാം. നമുക്ക് പ്രോ കളർ മോഡ്, ഷോർട്ട് വീഡിയോ റെക്കോർഡിംഗ്, 1080p റെസൊല്യൂഷൻ, 4K സപ്പോർട്ടഡ് ആണ്. അപ്പോൾ എല്ലാ ഫീച്ചേഴ്സും തന്നെ നമുക്ക് കാണാം. റെഗുലറായി കാണുന്ന എല്ലാ ഫീച്ചേഴ്സും തന്നെ ഇതിനകത്തും ഇൻക്ലൂഡഡ് ആണ്. ഇനി നമുക്ക് കുറച്ച് ക്യാമറ സാമ്പിൾസ് കൂടി കാണാം. അപ്പോൾ ഇതാണ് പോക്കോ M2 Pro എന്നെടുത്ത ക്യാമറ സാമ്പിൾസ്. നമ്മൾ ഡീറ്റെയിൽ ക്യാമറ റിവ്യൂ ഉടൻ തന്നെ പോസ്റ്റ് ചെയ്യുന്നതാണ്. സ്റ്റേ ട്യൂൺ ഫോർ ദാറ്റ്. നമ്മൾ ആക്ച്വലി ഒരുപാട് ടെസ്റ്റിംഗ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ക്യാമറ റിവ്യൂ ഓൾറെഡി പോസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഗെറ്റ് നോട്ടിഫൈഡ് ഫോർ ഓൾ ദ വീഡിയോസ് വി പബ്ലിഷ്. ഇനി ഇതിനകത്ത് 5020 mAh കപ്പാസിറ്റി ബാറ്ററിയാണ്. പിന്നെ അതുകൂടാണ്ട് തന്നെ 33 വാട്ട് ഫാസ്റ്റ് ചാർജറാണ് സപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ലൊരു എക്സ്പീരിയൻസ് നമുക്ക് കിട്ടും. നല്ല ഫാസ്റ്റായിട്ട് നമുക്ക് ചാർജ് ചെയ്യാം. അതേപോലെ തന്നെ നമുക്ക് നല്ല ബാറ്ററി ലൈഫും കിട്ടുന്നതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ അതായിരുന്നു ബാറ്ററിനെ കുറിച്ച് പറയുകയാണെങ്കിൽ. അപ്പോൾ ഇതാണ് പോക്കോ M2 Proൻ്റെ ഒരു അൺബോക്സിങ് ഹാൻഡ്സ് ഓൺ വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നായിരിക്കണം. ഇതിൻ്റെ പ്രൈസിങ്ങിനെ കുറിച്ച് നമുക്ക് ഇപ്പോൾ അറിയത്തില്ല. പ്രൈസിങ് കിട്ടിയ ഉടൻ തന്നെ കമൻറ്റ് സെക്ഷനിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇത് ഫ്ലിപ്കാർട്ടിലായിരിക്കും. ഫ്ലിപ്കാർട്ട് എക്സ്ക്ലൂസീവ് ആണ്. അപ്പോൾ ഫ്ലിപ്കാർട്ടിൽ നിന്ന് നിങ്ങൾക്ക് മേടിക്കാൻ സാധിക്കുക. അപ്പോൾ ഇതായിരുന്നു പോക്കോ M2 Proൻ്റെ വിശേഷങ്ങൾ. ബാക്കി വീഡിയോസ് നമ്മൾ ഉടൻ തന്നെ പോസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ഹോപ്പ് ടു സീ ഇൻ അവർ നെക്സ്റ്റ് വീഡിയോ. ഹാവ് എ ഗ്രേറ്റ് ഡേ.